ഏപ്രിൽ 28 ഈസ്റ്ററിൻ്റെ 2-ാം വാരത്തിലെ തിങ്കളാഴ്ച. യോഹന്നാൻ 3:1-8 വരെ വാക്യങ്ങൾ. വീണ്ടും ജനിക്കുക അല്ലെങ്കിൽ പുതിയ ജനനം അനുഭവിക്കുക എന്നത് ഒരു ആത്മീയ പുനർജന്മം അല്ലെങ്കിൽ മനുഷ്യാത്മാവിൻ്റെ പുനരുജ്ജീവനത്തെ സൂചിപ്പിക്കുന്നു. ഒരാളുടെ ശാരീരിക ജനനത്തിൽ നിന്ന് വ്യത്യസ്തമായി വീണ്ടും ജനിക്കുക എന്നത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്താൽ വ്യക്തമായും വെവ്വേറെയും സംഭവിക്കുന്നു. ഒരാൾ ജലം കൊണ്ട് സ്നാനമേൽക്കുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. മെത്തഡിസ്റ്റ്, ബാപ്റ്റിസ്റ്റ്, പെന്തക്കോസ്ത സഭകളുടെ വിഭാഗങ്ങളിലെല്ലാം അവരുടെ സുവിശേഷ പ്രഘോഷണത്തിൻ്റെ ഒരു കാതലായ സിദ്ധാന്തമാണിത്. സുവിശേഷത്തിൽ യേശു പറയുന്ന വാക്കുകൾ, നിങ്ങൾ വീണ്ടും ഉന്നതത്തിൽ നിന്ന് ജനിക്കണം എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞതിൽ ആശ്ചര്യപ്പെടരുത്. വീണ്ടും ജനിക്കാൻ, അങ്ങനെ രക്ഷിക്കപ്പെടാൻ ഒരാൾക്ക് യേശുക്രിസ്തുവുമായി വ്യക്തിപരവും അടുപ്പമുള്ളതുമായ ഒരു ബന്ധമുണ്ടായിരിക്കണമെന്ന് ഈ സഭകൾ പഠിപ്പിക്കുന്നു. ഇന്നത്തെ സുവിശേഷത്തിലെ ഒരു ഫരിസേയനും യഹൂദന്മാരുടെ ഭരണാധികാരിയുമായ നിക്കോദേമുസ് രാത്രിയിൽ യേശുവിനെ സമീപിക്കുന്നത് നാം കാണുന്നു. യേശു ദൈവത്തിൽ നിന്ന് വന്ന ഒരു ഗുരുവാണെന്ന് നിക്കോദേസിന് അറിയാമായിരുന്നു. യേശു ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവത്തിൽ നിന്ന് അയക്കപ്പെട്ടവനാണെന്ന് വിശ്വസിക്കാൻ നിക്കോദേമസിനെ പ്രേരിപ്പിച്ചു. ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരാളും ജലത്താലും ആത്മാവിനാലും ജനിക്കണമെന്ന് യേശു നിക്കോദേമസിനോട് പറഞ്ഞു. എങ്ങനെ വീണ്ടും ജനിക്കുമെന്ന് നിക്കോദേമോസ് യേശുവിനോട് ചോദിച്ചു. അവന് അത് അസാധ്യമായിരുന്നു. എന്നാൽ യേശു ആത്മാവിൽ നിന്ന് ജനിക്കുന്നതിനെക്കുറിച്ചാണ് സംസാരിച്ചത്. 2 വ്യത്യസ്ത ജനനങ്ങളുണ്ട്. ഒന്ന് ജഡത്തിൽ നിന്ന് ജനിക്കുന്നതും മറ്റത് ആത്മാവിൽ നിന്ന് ജനിക്കുന്നതും. അർത്ഥവത്തായ ഒരു ജീവിതം വീണ്ടും ജനിക്കുന്നതിന് നമ്മെ സഹായിക്കും. അതിന് നമ്മുടെ ഇപ്പോഴത്തെ പാപാവസ്ഥ ഉപേക്ഷിക്കാൻ നാം തയ്യാറാകണം. ഉദാഹരണത്തിന്, നമ്മുടെ അത്യാഗ്രഹം, സ്വാർത്ഥത, നമ്മെ പാപത്തിലേക്ക് നയിക്കുന്ന എന്തും, അതെല്ലാം നമ്മുടെ പിന്നിൽ ഉപേക്ഷിക്കാൻ നാം തയ്യാറാകണം. അങ്ങനെ യേശുവിനോടും നമ്മൾ സ്നേഹിക്കുന്ന ആളുകളോടും ഒപ്പം നമുക്ക് ലക്ഷ്യവും അർത്ഥവുമുള്ളൊരു ജീവിതം നയിക്കാൻ കഴിയും. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ കൃപയും അനുഗ്രഹവും അനുഭവിച്ചതായി നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഒരുപക്ഷെ ഒരു ധ്യാനത്തിനിടയിലാകാം, അല്ലെങ്കിൽ ഒരു കുഞ്ഞിൻ്റെ ജനനമാകാം, അല്ലെങ്കിൽ മാസങ്ങളോളം നീണ്ട അന്വേഷണത്തിന് ശേഷം ഒരു ജോലി കണ്ടെത്തുമ്പോഴാകാം, അല്ലെങ്കിൽ ആരുടെയെങ്കിലും ക്ഷമ അനുഭവിച്ചതിലൂടെ ആകാം. അതുമല്ലെങ്കിൽ വസന്തത്തിൻ്റെ പുതുജീവിതം അനുഭവിക്കുന്നത് പോലെ ലളിതമായിരിക്കാം. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ പുനർജനിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ ഒരു പുതിയ ജീവിതം സൃഷ്ടിക്കാൻ, വീണ്ടും ജനിക്കാൻ യേശുവിനോട് ആവശ്യപ്പെടുക. തീർച്ചയായിട്ടും യേശു നമ്മൾ ആഗ്രഹിക്കുന്ന ആ സമ്മാനം നമുക്ക് നൽകാം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR from Kerala.